സങ്കീർത്തനം. നല്ലൊരായി പറഞ്ഞു. ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 140-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിലെ വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: യഹോവ ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്നും എന്നെ. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്, ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. തന്റെ ജീവിതത്തിൽ താൻ ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. ശത്രുക്കൾ ഒത്തിരി തനിക്കുണ്ടായിരുന്നു. ശൗല് സ്വന്തം മകൻ പോലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ശത്രുവായി എഴുന്നേച്ചു വന്ന ആ സമയങ്ങളിലൊക്കെ അവൻ ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു: യഹോവേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണം. 2 സാഹസക്കാരന്റെ പക്കൽ നിന്നും എന്നെ പരിപാലിക്കണം. താനൊരു രാജാവാണ് ദാവീദ്. വേണമെങ്കിൽ തന്റെ കായിക ബലം കൊണ്ട്, അംഗബലം കൊണ്ട് തന്റെ ശത്രുവിനെ തനിക്ക് തകർത്ത് കളയാം. പക്ഷേ അവൻ സൈന്യങ്ങളിൽ അവൻ ബലം പിടിച്ചില്ല, അല്ലെങ്കിൽ മനുഷ്യപുത്രനിൽ ബലം കണ്ടില്ല. അവൻ തന്നെ വിടിവിക്കുവാൻ യഥാർത്ഥമായി കഴിയുന്ന ദൈവത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തി. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, നമ്മളിൽ നേരിടുന്ന സമസ്ത വിഷയങ്ങളുടെ പരിഹാരം ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഇവിടെ 2 കാര്യങ്ങളാണ്. ദുഷ്ട മനുഷ്യനും സാഹസക്കാരനും തനിക്ക് നേരെ വന്നപ്പോൾ താൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ഒരു ദുഷ്ടൻ നിങ്ങളോട് എതിർക്കാൻ വന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് പോലീസിൽ ആശ്രയിക്കുന്നവർ. ഒരു ദുഷ്ടൻ നമ്മുടെ നേരെ പാഞ്ഞു വന്നാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കില്ല, നമ്മൾ ബലമുള്ളവരുടെ മേൽ ആശ്രയിക്കും. അതൊരു പരിധിവരെ ഒക്കെ നല്ലതാണ്. പക്ഷേ എങ്കിലും ഞാൻ നമ്മളോട് പറയാം, ഏതെങ്കിലും നിലയിൽ നിങ്ങളെ ദുഷ്ടതയോടെ എതിർക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള വിമോചനത്തിന്, സാഹസക്കാരന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്തതിനും. 2-ാം വാക്യത്തിൽ അവൻ പറയുന്നു, അവൻ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു. അവൻ ഇടപെടാതെ യുദ്ധത്തിന് കൂട്ടം കൂട്ടുന്നു. ദുഷ്ടന്മാരുടെ 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ ഹൃദയത്തിൽ അനർത്ഥം നിരൂപിക്കുന്നവരും 2 യുദ്ധത്തിന് കൂട്ടുകൂട്ടുന്നവരുമാകുന്നു. ഹല്ലേലൂയ. ദാവീദ് രാജാവാണ്. ഒരു രാജാവ് എന്നുള്ള നിലയിലാണ് ആ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മളോട് ബന്ധപ്പെട്ട ഈ വാക്യം എങ്ങനെ വരും? ഇങ്ങനെ പറയാം: അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു, 2 യുദ്ധത്തിന് കൂട്ടുകൂട്ടുന്നു. മലയാളത്തിൽ പറഞ്ഞ വഴക്കുണ്ടാക്കാൻ കൂട്ടം കൂട്ടും. എന്തുണ്ടാക്കാന്? ദുഷ്ടൻ എന്താ ചെയ്യുന്നത്? 2 കാര്യമാണ് പറഞ്ഞത്. 1, ദുഷ്ടൻ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു. 2, അവൻ വഴക്കുണ്ടാക്കാൻ കൂട്ടുകൂട്ടുന്നു. അതോടെ ഞാനൊരു കാര്യം പറയാം, ദുഷ്ടനോടും സാഹസക്കാരനോടും കൂട്ടിന് പോകരുത്. പോയാൽ എന്തൊക്കെ സംഭവിക്കും? 1, ഹൃദയത്തിൽ അനർത്ഥങ്ങൾ വരും. നല്ലത് ചിന്തിക്കേണ്ട ഹൃദയത്തിൽ അനർത്ഥം ചിന്തിക്കും. 2, വഴക്കുണ്ടാക്കാനുള്ള പ്രചോദനം ദുഷ്ടന്റെ കൂടെ കൂടിയാൽ കിട്ടും. എവരുടെ പിടികിട്ടിയില്ല. നിങ്ങൾക്കൊരു സുഹൃത്തും വന്നിരിക്കട്ടെ, അവൻ ദുഷ്ടനാണെങ്കിൽ, അവൻ വഴക്കാളിയാണെങ്കിൽ 100% അവനിലുള്ള വഴക്കാളി സ്വഭാവം നിങ്ങളിൽ വരും. ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾക്കൊരു അവിശ്വാസിയായ ഒരു വ്യക്തിയോട് കൂട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് നിങ്ങൾ തുറമാനമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, അവനിലുള്ള സ്വഭാവം നിങ്ങളിൽ വരും. ഒരിക്കലും നിങ്ങളിലുള്ളത് അങ്ങോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ ഉള്ളത് എന്തുവാ? ആകെ കൂടെ ഒന്നുമില്ല. പിന്നെന്താ ഉണ്ട്? ഒന്നുമില്ല. അവന്റെ കയ്യിൽ എന്തുണ്ട്? സാഹസമുണ്ട്. 2 വഴക്കാളി സ്വഭാവം അവനെ ഉണ്ട്. കേൾക്കുന്നവരാമേൻ പറയട്ടെ. സ്ഥിരമായി പിണങ്ങാറുള്ള ഒരു വ്യക്തിയോട് കൂടെ നിങ്ങൾ കൂട്ടുകൂടിയാൽ നാളെ 10 ദിവസം കഴിയുമ്പോൾ ആ പിണങ്ങുന്ന സ്വഭാവം നിങ്ങളുടെ മേൽ വരും. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഇങ്ങനെയുള്ള വ്യക്തികളോട് കൂടെ സഞ്ചരിച്ചാൽ, ഇരുന്നാൽ, സംസാരിച്ചാൽ അവരിലുള്ള സ്വഭാവങ്ങൾ
നമ്മളിൽ വരും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ തന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു ആത്മീയനെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ആത്മീയനാരും ഇല്ലെങ്കിൽ പോലും ദൈവഭയമുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിയോട് കൂടെ നിങ്ങൾ കൂടി നടന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കേൾക്കുന്നവരാണ് പറയട്ടെ. ഇവിടെ നോക്കിക്കേ, യുദ്ധത്തിന് കൂട്ടുന്നു. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ് 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 നിങ്ങളെ ഒരു വഴക്കാളിയാക്കി തീർക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച ആരോടൊക്കെ ഒരു വാണിംഗ് തരിക, കൂട്ടുകാരനുമായിട്ട് ഒത്തിരി പോയി സംസാരിക്കരുത്. അവൻ നിന്നെ അവനെ പോലെയാക്കും. അറിയില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, ആരൊക്കെയോ നിങ്ങളുടെ സ്വഭാവങ്ങളെ മറിച്ചു കളഞ്ഞ് നിങ്ങളുടെ ക്യാരക്ടറുകളെ ഇല്ലാതാക്കി നിങ്ങളിലുള്ള ദൈവശക്തിയും ദൈവകൃപയും ദൈവവാഗ്ദത്വവും ഇല്ലാതാക്കി ഒരു വഴക്കാടിയാക്കി തീർക്കാൻ, ഒരു ദുഷ്ട ഹൃദയമുള്ള മനുഷ്യനാക്കി തീർക്കാൻ ആരൊക്കെയോ നിങ്ങളുടെ അടുക്കൽ പതിയിരിപ്പുണ്ട്. തിരിച്ചറിഞ്ഞ് അവനെ തകർത്ത് കളയാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരോട് സംസാരിച്ചാൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അവരോട് കൂടെ വഴക്കാടി. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. സമാധാനം ഉണ്ടാക്കാൻ കഴിയും. ഹലോ, സമാധാനം ഉണ്ടാക്കാൻ കഴിയും. നോക്കിക്കേ, അസമാധാനം ഉണ്ടാക്കാൻ കഴിയും. വാസ്തവത്തിൽ ഇതിൽ ഏതിലേക്കോ നമ്മൾ നിൽക്കുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവനാണോ അതോ അസമാധാനം ഉണ്ടാക്കുന്നതാണോ? മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ വയ്ക്കൊണ്ടിരുന്നതാ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അന്ന് കത്തിയെടുത്ത് കുത്തുവന്നിരിക്കുന്നു വീട്ടിൽ. അപ്പൊ ഭാര്യയും ഭർത്താവും വീട്ടില് കശപിശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് കരുതിക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ച് അന്യോന്യരെ കത്തിയെടുത്ത് കുത്തുന്നവരാകരുത്. നേരെ മറിച്ച് സമാധാനം ഉണ്ടാക്കുന്നവനാകണം. ഒരു വഴക്ക് നടക്കുന്ന സ്ഥലത്ത്, ഒരു കലഹമുണ്ടാക്കുന്ന ഇടത്ത് നിങ്ങളുടെ പ്രസൻസ് അതിനെ ആണി കത്തിക്കുന്നതാക്കരുത്, അതിനെ ശമിപ്പിക്കുന്നതാകണം. അർത്ഥം, സമാധാനം ഉണ്ടാക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു? ഈ ആഴ്ചയിൽ ആരോടൊക്കെ ദൈവാത്മാവ് പറഞ്ഞ ചില വഴക്കുകളും പ്രശ്നങ്ങളും ചില കലക്കങ്ങളും ഉണ്ടാക്കാൻ ഏതൊക്കെയോ വീടുകളിൽ ഏതൊക്കെയോ വ്യക്തികളിൽ ശത്രു പദ്ധതി ഉണ്ടാക്കുന്നു. മുന്നമേ ദൈവാത്മാവ് പറയുന്നു, സമാധാന പ്രിയരായി സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുക. ദുഷ്ടനോട് കൂടെ നടന്ന് അവൻ വഴക്കുണ്ടാക്കുന്നവരാകാതെ, കലഹമുണ്ടാക്കുന്നവരാകാതെ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുക. മക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് നിങ്ങളുടെ ഒരു ചെകിടം കടിക്കുന്നവന് മറുചെകിടും കാണിച്ചു കൊടുക്കുക. സമാധാനം ഉണ്ടാക്കുന്നവനെ അത് കഴിയുന്നുള്ളൂ. ഒരു വഴക്കാളിക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങളൊരു വഴക്കാളിയായ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചെകിടത്ത് ആരെങ്കിലും വന്ന് കാരണം ഉണ്ടെങ്കിലോ ഇല്ലാതെയോ അടിച്ചാലും നിങ്ങൾ അവന്റെ പല്ലടിച്ച് തെറിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന പല പുള്ളികളും അതിന് കേമയാണെന്ന് എനിക്കറിയാം. വൈകിട്ട് ഒരു കാര്യമില്ലാതെ ഒരാൾ വന്ന് നിങ്ങളെ അടിച്ചെന്ന് കരുതിക്കോ, അല്ലെ എന്തെങ്കിലും ഒരു കാരണത്തിന് അടിച്ചെന്ന് നോക്കിക്കോ, നിങ്ങൾ അവരുടെ അണപ്പല്ല് അടിച്ചു കളയുന്ന കിങ്കരന്മാരെ എവിടെ ഇരിക്കുന്ന എനിക്കറിയാം. അത് അടിച്ചവനോട് ചെന്നിട്ട് സഹോദര ഈ ചെവിടും കൂടെ അടിച്ചു പോകുന്നത് ആര് പറയും? അത് പറയാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഞാൻ പറയാം, യേശുവിനെ അനുഗമിക്കുന്നവനും അങ്ങനെയായി തീരണം. ഒന്നുകൂടെ പറയാം, തിരിച്ചടിക്കാൻ ചെവിട് കാണിച്ചു കൊടുത്തില്ലെങ്കിലും ഒരടി കിട്ടിയ സഹോദര സോറി എന്ന് അവനോട് പറയണം. അവൻ ഇങ്ങോട്ട് അടിക്കുമ്പോഴും അവനോടൊരു സോറി എന്ന് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കി മാറണം. നേരെ മറിച്ച് നാം അവനോട് അടിക്കുക, ഒറ്റ അടി അടിച്ച് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം കൊടുത്ത് മൂക്കിലുണ്ടാക്കിയത് അവൻ ബോധം കണ്ട് താഴെ പോയി ചത്തുപോയ അകത്ത് പോകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ അടുത്തത്, അവരുടെ ഹൃദയത്തിൽ അനർത്ഥമുണ്ട്. 2, അവർ യുദ്ധത്തിനായി കൂട്ടുകൂട്ടുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അന്നേരം പൊട്ടി
തെറിക്കുന്ന ആൾക്കാർ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിസ്സാര കാര്യമായിരിക്കാം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ട്. കഴിഞ്ഞ ദിവസം ടി വിയിൽ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ ഒരു കുടുംബത്തെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കുടുംബത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ കുടുംബത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം 1-2 പ്രാവശ്യം അതൊന്ന് കണ്ടു. അതൊരു സീരിയലാണ്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ചിലർക്ക് അറിയാം. ഒരു അപ്പനും 5-6 മക്കളും ഉള്ള ഒരു വീടാണ്. അവരുടെ വീട്ടിൽ കുറെ ബന്ധുക്കൾ എപ്പോഴും വരും. എപ്പോഴും ആ വീടിനകത്ത് നിസ്സാര കാര്യത്തിന് പോലും കലക്കമാണ്. സീരിയലിന്റെ പേര് ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഉപ്പും മുളകും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ആ വീടിനകത്ത് നടക്കുന്നത് പോലെ ആകരുത് നിങ്ങളുടെ വീട്. അപ്പനെയും അമ്മയും അനുസരിക്കാതെ മക്കള്, സഹോദരനെ കീഴടങ്ങാത്ത സഹോദരന്മാർ, ബന്ധുമിത്രാദികളെയും പ്രായമുള്ളവരെയും നിഷേധിക്കുന്ന തലമുറകൾ, അതല്ല ഭൂമിയിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള സീരിയലുകൾ, ഇങ്ങനെയുള്ള സിനിമകൾ കുടുംബങ്ങളെയും തലമുറകളെയും വഴിതെറ്റിക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് കുറച്ചു നേരം നിങ്ങൾ കണ്ടിരുന്നാൽ ഈ സ്വഭാവം നിങ്ങളിൽ കയറും. അമ്മ ഓർക്കും. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത് കണ്ടതോ, ഇത് കണ്ടപ്പോ ഇത് ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ദൈവം തന്നെ കാണിച്ചത്? ഞാൻ പലപ്പോഴും പറയാം, പല ഭാഗങ്ങളും ജീവി ഞാൻ കണ്ടപ്പോ പല വിഷയങ്ങൾ ദൈവാത്മാവിനെ പഠിപ്പിച്ചത്. മുമ്പേ ഒരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് 2 പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പറയുന്നില്ല, 2-3 സീരിയലുകൾ കുറച്ച് ഭാഗം. ആ വീടിനകത്തുള്ള അച്ഛനും അമ്മയും മക്കളും അവരിലുള്ള കോപ സ്വഭാവങ്ങൾ, അവരിലുള്ള സംസാര ശൈലികൾ നമ്മളിൽ വരരുത്. അങ്ങനെയല്ല ഒരു ദൈവ കുടുംബം. അപ്പനും അമ്മയും ബഹുമാനമുള്ള മക്കൾ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, കൊടാരി എടുത്ത് തലമുറ കഴിയുന്ന അപ്പനോ മക്കളോ ആകരുത്. ആമേൻ. വചനം പറയുന്നു, ദുഷ്ടന്മാരുടെ കൂടെ ഇരുന്നാൽ, സാഹസക്കാരനോട് കൂടെ ഇരുന്നാൽ യുദ്ധത്തിന് കൂട്ടം അവർ കൂട്ടും. അർത്ഥം നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കും കുക്കാറും ഉണ്ടാക്കുന്നവരാകരുത്. ഞാനിപ്പോ നിങ്ങളോട് പറയാം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കേസുകൾ മുന്നമേ ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, ഇപ്പോഴും ചിലര് ഉണ്ട്, ഇപ്പോഴും ചിലർ കൊണ്ടില്ലെന്നും പറയുന്നില്ല. ചില കേസ് നോക്കാറും അടിയിടിയും ഇപ്പോഴും ചിലർക്കുണ്ട്. ഞാൻ പറയാം, നിങ്ങളിലുണ്ടായ പല കേസുകളും ഇതിന് മുമ്പത്തതാണ്. നിങ്ങൾ സംയമനം പാലിച്ചിരുന്നെങ്കിൽ അതുണ്ടാകുന്നില്ല. ഒരു സംശയവും. അതിന്റെ പക്ഷെ അവരന്യായം അന്യായം കാണിക്കുന്ന. കാരണം നീ മിണ്ടാതിരുന്നോണം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഒരു പക്ഷേ ഒരു കേസ് കൂടെ തന്നെ 2 ഇടി ജയിലിൽ കയറ്റി ഇടിക്കും. പക്ഷെ അവനെ ചുരുട്ടി നിന്റെ മുമ്പിൽ കൊണ്ടുതരുന്ന ഒരു ദൈവമുണ്ട്. അവനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ വചനത്തിൽ കൂടെ പറയുന്നു, ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്ന, ഇടപെടാതെ യുദ്ധത്തിന് കൂട്ടു നിൽക്കുന്ന ചിലരുമായി ഒഴിഞ്ഞിരിക്കാൻ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു. നിങ്ങളെ പറയാം, ദൈവകൃപയില്ലാത്തവരോടും അസൂയ ഉള്ളവനോടും പിണക്കമുള്ളവനോടും കുശുമ്പുള്ളവനോടും വൈരാഗ്യമുള്ളവനോടും സംസാരിക്കാതെ ദൈവകൃപയിൽ നിൽക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു നല്ല സുഹൃത്തിനെ നിങ്ങൾ തേടിയെടുത്താൽ നിങ്ങൾ അവരെ പോലാകും. അതിനൊറ്റയാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. ഇതിനെപ്പറ്റി പറയുന്ന 3-ാമത്തെ വാക്യത്തിൽ, അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുമ്പോ അവരുടെ അതരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. 2 കാര്യങ്ങളാണ് പറയുന്നത്. സർപ്പം പോലെ അവരുടെ നാവുകളെ എന്ത് ചെയ്യും? സർപ്പത്തിന്റെ നാവുകൾ കണ്ടില്ല, തിരിച്ചിട്ടാണ് അടിക്കുന്നത്. എന്താ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? അവരെപ്പോഴും നാവിട്ട് നാവിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഒത്തിരി സംസാരിക്കാതിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം, ഒത്തിരി സംസാരിക്കും. അതിലൊരു നേതാവിനെ ഞാൻ കാണിച്ചു തരാം. വേറെ കാര്യമല്ല, ഞാൻ ഒത്തിരി സംസാരിക്കത്തില്ല. ഒരു പരിധിക്ക് പുറത്ത് സംസാരിക്കും. വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. സംസാരിച്ചതാണല്ലോ കുഴപ്പമുണ്ടായി.
ആർക്ക് ഔവാമത്തിക്ക് ഔവ വീട്ടിൽ ഇരിക്കുക ഒറ്റയ്ക്ക്. ആദം രാവിലെ പണിക്ക് പോയി. 10:10 ആയപ്പോ പാമ്പ് പതിയെ എഴഞ്ഞ് വീടിന്റെ വാതിക്കെ വന്ന് മുട്ടി. ഹലോ, വീട്ടിൽ ആരും ഉണ്ടോ? അമ്മാമയാണെ മൊബൈൽ ഫോണും ഇല്ല, ഉള്ള ഫോണിനകത്ത് നെറ്റും ഇല്ല. TV ആണെ കട്ടുമായി കിടക്കുക. ഇപ്പോഴത്തെ കാലം പറയണം, അന്നത്തെ കാലം TV ആണെ കട്ടും ആയി കിടക്കുക. വിളിക്കാനുള്ള സുഹൃത്ത് വിളിച്ചുമില്ല. ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരാൾ വാതിൽ സംസാരിക്കാൻ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ തള്ള കുറ്റിയും പറഞ്ഞോണ്ട്, അങ്ങനെ തന്നെ പറയാം, കുറ്റിയും പറഞ്ഞോണ്ട് ചാടി വന്ന് പാമ്പ് വഴി കിടന്നു. സംസാരിച്ച് പാമ്പ് ലാസ്റ്റ് ചതിച്ച് പഴവും തീറ്റിച്ച് പാപവും ജയിച്ച് ഏലം തോട്ടത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. അതുകൊണ്ട് പറയാം, ഒത്തിരി ഒന്നും സംസാരിക്കാതെ കൊണ്ട് ഇഷ്ടമാണ്. അറിയാം, ഇന്ന് അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട്. ഏതൊക്കെയോ വിഷയത്തിനകത്ത് കുളിക്കാനും സംസാരിച്ച് നമ്മളെ തകർക്കാനും വിഷാദങ്ങളുടെ പിറകിലുണ്ടെന്ന് പരിശുദ്ധാത്മാവരുടെ ദൂത് പറയുന്നു. അടുത്തത്, അവരുടെ അതരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, അതരങ്ങൾക്ക് കീഴെ നാവിന് കീഴെ അണലി വിഷം. അണലി വിഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണെന്നറിയോ? അണലി കുത്തിയാൽ 1-2 മിനിറ്റിനകത്ത് ആ വ്യക്തി കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ ബോധം കെട്ടും. അണലി വിഷത്തിന്റെ പ്രത്യേകത. ഈ വ്യക്തിയെ പറ്റി പറയുന്നു, അവന്റെ നാവിനടിയിൽ അണലി വിഷം. ശ്രദ്ധിച്ചോ, ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമായിരിക്കും. പെട്ടെന്ന് ചിലപ്പോ ഒറ്റ വാക്ക് അവര് പറയും, അത് ഏതെങ്കിലും ആകട്ടെ. ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവ് പൊങ്ങത്തില്ല. മറുപടി പോലും പറയാൻ പറ്റാത്ത ചില വാക്കുകൾ ചിലര് പറയുമ്പോ മിണ്ടാതിരുന്നില്ല. ചിന്തിച്ചാണ് വ്യക്തികൾ പറഞ്ഞപ്പോ ഒറ്റ വാക്ക് നമുക്കൊന്നും പറയാൻ, കാരണം അത്ര വാക്ക് അവള് ഒരു പക്ഷേ നമ്മുടെ മുറിവായിരിക്കാം, നമ്മുടെ കുറവായിരിക്കാം, എന്തെങ്കിലും ബാബാ. ഇതിന്റെ പേരാണലി വിഷം. ഒറ്റ കൊത്തിന് മയങ്ങിപ്പോകും. ഇതിനകത്തിരിക്കുന്ന പലരുടെ നാവിനടി അണലി വിഷവും ഓവറുടെ വിഷവും ഇരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോരുത്തരുടെ നാവിനടി എല്ലാം ഇരിപ്പുണ്ട്. മുഴുവൻ വിഷവും നൽകി കളഞ്ഞു. മുഴുവൻ വിഷവും ചെറിയ ദൈവാത്മ പറയുന്നു, ഈ ഞായറാഴ്ച വിഷം കൊണ്ട് നിറക്കിന്റെ പോകാവും. ഇതിനകത്തിരിക്കുന്ന പാമ്പുകളോട് പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന അണലികളോട് പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന കോബ്രകളോട് പറയുന്നത്, നിന്റെ നാവിനടിയിലിരിക്കുന്ന വിഷം ഇന്ന് പകൽ എടുത്തു കളഞ്ഞ് ആരെയും വിഷം കുത്തി കൊല്ലരുത്. എത്ര പേരെ കൊന്ന പുള്ളികളാണ് നമ്മൾ വിളിക്കുന്നത്. ഞാനാരുടെ പേരെടുത്ത് പറയത്തില്ല. എത്ര പേരെ, പിന്നെ എന്നാ സംശയം, എത്ര പേരെ കൊന്നാച്ചാ വന്നിരിക്കുന്നത് ഞായറാഴ്ച? ഈ ഒരു ഒറ്റ ആഴ്ച തന്നെ എത്ര എണ്ണത്തെ കൊന്നു? മക്കളെ കൊന്നു, മരുമക്കളെ കൊന്നു, അമ്മായിനെ കൊന്നു, അമ്മായിനെ കൊന്നു, സഹപാഠികളെ കൊന്നു. വളരെ കൊന്ന പുള്ളികളാണ് കാണുമ്പോഴേ അറിയാം. ഇതൊക്കെ കാണുമ്പോഴേ അറിയല്ലോ. ആരെയും കൊല്ലരുത്. അർത്ഥം, നാവ് കൊണ്ട് ആരെയും മുറിപ്പെടുത്തരുത്. നാവിനടിയിൽ അണലി വിഷം ഇരുത്തരുത്. ഈ ആരാധനയിൽ നിന്റെ നാവിൽ ഏതെങ്കിലും കൊടിയ വിഷമിരിപ്പുണ്ടെങ്കിൽ അതിന്ന് ഇവിടെ ശാന്തിച്ച് കളഞ്ഞ് പുതുക്കം പ്രാപിച്ചു വേണം പുറത്തു പോകാം. ഈ തിരിച്ചറിവിട്ടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്വപ്നം ചെയ്യുകയോ. അവരുടെ നാവിൽ അണലി വിഷം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം വ്യക്തിയുടെ കാര്യം പറഞ്ഞപ്പോ അടി കിട്ടിയതുപോലെ അവന് തോന്നിയില്ലേ? എന്റെ നാവിൽ കൊടിയ വിഷമുണ്ട് കേട്ടോ. ദൈവവചനത്തിൽ ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നാവുകളിൽ ഇരിക്കുന്ന അണലി വിഷത്തെ, കൊടിയ വിഷത്തെ ഇന്ന് പകൽ തുപ്പിക്കളഞ്ഞ് നാവ് കൊണ്ട് സംസാരിക്കുന്ന തുപ്പിനാലും രുചിയാലും അവൻ രുചിച്ച് ദൈവവചനത്താലും ഉള്ള വാക്കുകളെ പറയാവൂ. ഇതാ പരിശുദ്ധാത്മാവ് ഈ ആഴ്ചകൾ നമ്മളെ ഓർമ്മിക്കുന്നത്. അടുത്ത 4ാമത്തെ വാക്യം, യഹോവേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ കാക്കണമേ, സാഹസക്കാരുടെ പക്കൽ നിന്നും എന്നെ പാലിക്കണമേ. അവർ എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ ശ്രദ്ധിച്ച് കേട്ടോണം. നിന്റെ കാലടികളെ മറിച്ചു കളയാനാ അവൻ നിന്നെ എടുക്ക വന്നേ. അവ അറിഞ്ഞില്ല, ചിരിച്ചു കാണിച്ച പാമ്പ് വന്നേ. ഞാൻ നിങ്ങളെ പരിപാലിച്ചുള്ളത് പറഞ്ഞാ വന്നത്. ആദ്യം ഇപ്പോ സമയം സ്ഥലത്തില്ല.
പക്ഷെ വന്ന പാമ്പ് വചനത്തിൽ എന്ന് പറയാം നിന്റെ കാലടികളെ മറിച്ച് കളയാനാണ് അവന്റെ അകത്തുള്ള ഉദ്ദേശം. സ്തോത്രം. നിന്റെ കാലടി ഇപ്പൊ എവിടെ നിൽക്കുന്നേ? എന്റെ കാലുകളെ ഭാരമേ നിർത്തി എന്റെ മനത്തെ സുസ്ഥിര. അപ്പൊ എന്റെ കാലുകൾ എവിടെയാ നിൽക്കുന്നത്? നമ്മുടെ കാലെവിടെയാ? യേശുവാകുന്ന ഭാരമേലാ നിൽക്കുന്നത്. ഈ വചനത്തിൽ ശത്രു വന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ കാലടികളെ അവൻ മറിച്ചു കളയുവാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്നിലുള്ള വിശ്വാസത്തെയും മറിച്ചു കളഞ്ഞ് നീ ഇന്ന് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന്, നീ ഇന്ന് നിൽക്കുന്ന സന്തോഷത്തിൽ നിന്ന്, നീ ഇന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ നിന്ന്, ഇന്ന് നീ അനുഭവിക്കുന്ന വിടുതലിനകത്ത് നിന്ന് നിന്നെ മറിച്ചു കളയുവാനാ അവൻ നിന്റെ അടുക്കൽ പതിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് മകൻ ജയിക്കുക. ദുഷ്ടൻ ഒരിക്കലും നന്മ ചെയ്യില്ല കേട്ടോ. നമ്മുടെ വിചാരം ദുഷ്ടനായാൽ തന്നെ എനിക്ക് നന്മ. പാസ്റ്റർക്ക് പറയും പുള്ളി എന്തൊക്കെയായാലും 10 ചീത്ത പിടിച്ചാലും 2 കള്ളു പിടിച്ചാലും എനിക്ക് നന്മ ചെയ്യുന്നതാടാ മിക്കവാറും. എന്നാ ഭാഷ അങ്ങനെ പറയാൻ കാര്യം? പിശാച് വരുന്ന അറുക്കാനും മുടിക്കാനും ഓട്ടിക്കാനും പിശാചിന് നന്ദി വരുന്നു. അതിനെന്തിയാ ഇത് ഭാഷ പുള്ളി കള്ളു പിടിച്ചാലും എന്നെ വലിയ സ്നേഹമാ. പുള്ളി രക്ഷിക്കപ്പെട്ടില്ലേലും എന്നെ വലിയ പുള്ളി വളരെ ദാതനാണ്. എന്നെ എന്റെ കുടുംബത്തെ നന്നായിട്ട്. നിന്റെ കാലടികൾ നീ ഇന്ന് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ മറിച്ചു കളയും. എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് ആരോട് ദൂത് പറയുന്നു. ഇന്ന് നിന്നിൽ കാണുന്ന ദൈവകൃപയും നിന്നിലുള്ള ദൈവ തേജസ്സും നിന്റെ സാന്നിധ്യവും ഇല്ലാതാക്കി നിന്നെ പാറയിൽ നിന്ന് നിന്റെ കാലടികൾ എടുത്തു കളയുവാൻ പതിയിരിക്കുന്ന ഒരു അണലി നിന്റെ അടുത്തുണ്ട്. തിരിച്ചറിയാൻ ദൈവാത്മാവ് പ്രവചിക്കുന്നു. ചക്രവാകം മുഖസ്തുതിയും പറയുന്നവനെ വിശ്വസിക്കരുത്. ചക്രവാകം ഇവിടെ ഞാൻ ഈ ചക്രവാക്കം മുഖസ്തുതി ഒന്നും പറയാം. ഞാൻ ചക്രവാക്കം പറയാൻ പറ്റില്ല. മുഖസ്തുതി ഇന്നവരെ രാജമണ്ണ കണ്ടിട്ട് ഞാനൊരു മുഖസ്തുതി പറഞ്ഞാൽ എനിക്കറിയില്ല. രാജമണ്ണ ഭയങ്കര രാജമണ്ണ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ചിലര് വരുമ്പോ ഓർത്തോണം നിന്റെ കാലടികൾ ക്രിസ്തുവിൽ നിന്ന് വലിച്ചു കളഞ്ഞ് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും മുടിച്ചു കളയാൻ എവിടെയൊക്കെയോ ശത്രു വല വിരിച്ചിട്ടിരിക്കുന്ന വെളിപ്പാട് ആത്മാവിൽ കണ്ട് ഞാൻ പ്രവചിക്കുന്നു. തിരിച്ചറിവ് കിട്ടി. ഇന്ന് പകൽ അതിനകത്തൊന്നും ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ പ്രബോധിപ്പിക്കുകയാണ്. നോക്കി എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ ഭാവിക്കുന്നു. ദുഷ്ടന്റെ ഹൃദയത്തിൽ ദുരുപദേശം ഒരു വാക്യമാണ്. ദുഷ്ടന്റെ ഹൃദയത്തിൽ ദുരുപദേശം ഉണ്ട്. അവൻ വന്നത് നമ്മൾ വിചാരിക്കും നമുക്ക് സഹായിയായിട്ട് നീ പോണ വഴി ഏതാണ്, നീ എങ്ങനെയാണ് ജയിച്ചത്, നീ എങ്ങനെയാണ് വിടുതൽ പ്രാപിച്ചത്, നീ എങ്ങനെയാണ് ഈ കെട്ടിനകത്ത് അഴിഞ്ഞു പോകുന്നത്. എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് അങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. ആരൊക്കെയോ അടുത്തു കൂടി വന്ന് നിന്ന് നിന്റെ വഴികൾ മനസ്സിലാക്കി നിന്നെ ദുഷ്ടന്റെ അവൻ നിന്നെ ക്രിസ്തുവിന്റെ പാതയിൽ നിന്ന് തട്ടിമറിച്ചു കളയുവാൻ വേഷം മാറി വരുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊള്ളാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വിടുതൽ വരുമ്പോഴാണ് ശത്രു വിടുതലില്ലെങ്കിൽ നീ കുടുംബം വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. പിശാചിന് ഒരു വിഷയമല്ല. നിന്റെ സഭയ്ക്ക് വിടുതൽ ഉണ്ടെന്ന് അറിയുമ്പോ പാഞ്ഞു വരും. നിന്റെ സഭയിൽ ഒരു വിടുതൽ നടക്കാൻ പോകുന്ന അറിയുമ്പോ എങ്ങനെയെങ്കിലും സഭയെ മുടിക്കണം.
അത് എന്നെയെങ്കിലും നിന്നെ സഭയെന്ന് മറിഞ്ഞു കളയണം. ഇവിടെ പലർക്കും പറ്റിയ അബദ്ധം. പല കുടുംബങ്ങളും വിടുതലിന്റെ വക്കോളം എത്തി വന്നപ്പോ ശത്രു വരെ മറിച്ചു കളയും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം പറയാം, ഞാൻ പറയുന്നില്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ചെയ്യുന്നൊരു കാര്യം പറയാം. എന്റെ സഭയിലെ വിശ്വാസി മറ്റൊരു പാസ്റ്ററിനൊക്കെ പോയി ആലോചന ചോദിക്കേണ്ട ഗതി വരരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കും അത് വന്നിട്ടുമില്ല, വരത്തുമില്ല. ആർക്കെങ്കിലും വന്നോ? ഇന്ന് വരെ നിങ്ങളൊരു പ്രവാചകനെടുക്കാൻ പോകേണ്ട വന്നിട്ടുണ്ടോ? ഇന്ന് വരെ വേറൊരു വിഷയത്തിനെടുക്കാൻ പ്രാർത്ഥിക്കാൻ കൊണ്ട് വന്നിട്ടുണ്ടോ? കാര്യം ദൈവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ പോണ വഴി ഓരോ വണ്ടിയില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും എല്ലാ റൂട്ടും ദൈവം എനിക്ക് പറഞ്ഞു തരും. പിന്നെ പണ്ടൊരു സഹോദരി ഇവിടുന്ന് സഭയെ വന്നിട്ട് ഒരു സ്ഥലത്ത് പോയതാ. ആ സ്ഥലത്തെ ഗേറ്റിന്റെ കോമ്പൗണ്ടിൽ കാലെടുക്കുന്നപ്പോ എന്നെ കൊടുക്കും. എവിടെ നിൽക്കുന്നത്? പിന്നെ ആ ശബ്ദം ചോദിച്ചാൽ കാട്ട് കൊണ്ടുപോകാം. വിറച്ചു പോയി. പ്രധാനത്തിന്റെ കോട്ടയത്തിൽ കാണാൻ വിളിക്കാൻ വണ്ടി കൊണ്ട് വെച്ച് കോമ്പൗണ്ടിൽ കയറിപ്പോ എന്റെ കൂടെ എടുത്ത വായ്പ നിൽക്കുന്ന റോഡാണ് വിറച്ചോണ്ട വണ്ടി വിളിക്കുന്നത്. അതിപ്പോഴും പറയുന്നുണ്ട്. അവരുടെ വിശ്വാസമില്ല, എന്നാലും ദൈവം എല്ലാം നമ്മോട് പറയും. വിഷയമല്ല അടുത്തത്. ഞാൻ പറഞ്ഞ സ്ഥാനം കാലടികളെ മറിച്ചു കളയാൻ പിശാചി വരുമ്പോൾ നിന്റെ കാലടികൾ മറിയാതിരിക്കാൻ ദൈവത്തിന്റെ ദൂതന്റെ ഗർഭിണിക്കായി കെണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുരുക്കുകൾ വെച്ചിരിക്കുന്നു. 3 കാര്യം: കെണി, കയറ്, വല, കുടുക്ക്. 4 കാര്യം. കെണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോണം. വിടുതലിലേക്ക് പ്രവേശിക്കുന്ന നീ വിടുതലിൽ പ്രവേശിക്കാതിരിക്കാൻ കെണിയും കയറും വലയും കുടുക്കുകളും ഒരുക്കി. ഒരു ശത്രു നിന്റെ വീടിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിന്റെ പ്രയാണ ജീവിതത്തിൽ, നിന്റെ നാളെയുടെ നീളകളിൽ, നീ മുമ്പോട്ട് പോകുന്ന നിന്റെ ഗമനത്തിൽ ഈ മാർഗത്തിൽ നിന്നും, ഈ വിശ്വാസത്തിൽ നിന്നും, ഈ ദൈവകൃപയിൽ നിന്നും നിന്നെ അടർത്തിക്കളയാൻ 4 വിധ കെണികൾ ഒരുക്കി ശത്രു മുമ്പിലുണ്ട്. ഞായറാഴ്ച വാണിങ്ങിന്റെ ഞായറാഴ്ച ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ പ്രാർത്ഥിച്ചോ. ഓരോ വഴി ഇറങ്ങുമ്പോഴും തന്നെത്താൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുത്തി കർത്താവിന്റെ മുദ്രയിട്ട് നടക്കാവും. വഴിയിൽ കുരുക്ക്, കയറ്, കെണി, വല എന്നിവ ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളൊരു ഇതൊന്നും ഇല്ലെന്നും എല്ലാം ഉണ്ട് കേട്ടോ. ഏതായാലും കാര്യം 2 കാര്യമുള്ളൂ. നമ്മൾ ഒരു തലകഥ പിടിക്കരുത്. നമ്മൾ ഉയർച്ച പ്രാപിക്കരുത്. നമ്മൾ നന്മ പ്രാപിക്കരുത്. ഇത് നമ്മൾ പ്രാപിക്കുമെന്ന് ഉറപ്പ് വരുമ്പോൾ അവൻ കുടുക്കും, കയറും, കെണിയും വലയും ഇട്ട് കാത്തിരിക്കും. നമ്മൾ ചില ദിവസമൊക്കെ വീടിന്റെ വാതിൽ തുറന്നു വരുമ്പോ നമ്മൾ കാണുന്നില്ലേ, വാതിന്റെ വീടിന്റെ അവിടെ തൂണയിലും ഭിത്തിയിലും ഒക്കെ 8 കാര്യം വല വിരിച്ചിട്ടിരിക്കുന്നത്. കെണി ഒരുക്കിയിട്ടേക്ക് ഏതെങ്കിലും പ്രാണികൾ വന്ന് ചാടുമ്പോ അവനെ കുരുക്കാൻ. കെണി കാണാൻ നല്ല രസം, 8 കാര്യം കാണാൻ നല്ല നെയ്യുന്നത് കാണാനും ചിലരിങ്ങനെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് 8 കാര്യം വല നെയ്യുന്നത്. പക്ഷെ പിശാചി വല നെയ്യുന്നത് കണ്ടിരിക്കരുത്. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിനക്കെതിരെ അവൻ കെണി ഒരുക്കുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആട്ടിക്കരയിൽ ആണെന്ന് പറയുന്നു. കഴിഞ്ഞ
ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, എനിക്കെതിരെ അവൻ കെണി ഒരുക്കുന്നുണ്ടോ? ആമേൻ. ദൈവം പറയുന്നു യെസ്. ഇത് വരകെട്ടുന്ന നീ കണ്ടോ? ഞാനിത് പറയുമ്പോൾ ദൈവം പറഞ്ഞു, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നീ ചിന്തിച്ചിരുന്ന സമയത്ത് നിന്റെ അകത്തൊരു ചിന്ത വന്നു. ദൈവം അവൻ നിനക്ക് വേണ്ടി കെണി ഒരുക്കുന്നുണ്ടെന്ന് നിനക്ക് പിടികിട്ടി. പെട്ടെന്ന് നിന്റെ ഉള്ളിൽ വന്നു, അവനങ്ങനെ എന്ത് ചെയ്യേ? വീണ്ടും ദൈവം ഓർമ്മിക്കുന്നു, ദൈവിക നിയോഗം ഒരു പ്രാവശ്യം ഉണ്ടാകത്തുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവിക ഇടപെടൽ ഒരു പ്രാവശ്യം ഉണ്ടാകത്തുള്ളൂ. പിശാചിന്റെ സ്വാധീനം പലവട്ടമുണ്ട്. പോകുന്ന വഴി ശരിയല്ലെങ്കിൽ ദൈവാത്മാവ് ഒറ്റ മണി വരുമ്പോൾ അത് ശരിയല്ല. പിശാചിന് പറയുമ്പോൾ കുഴപ്പമില്ല, 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 ധൈര്യപ്പെടാം, പോടാം. ഒറ്റ പാണികളുള്ള ദൈവം. പിന്നെ ദൈവം വിട്ടുകളി, നീ പോകാൻ ഇല്ലേ? ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുമ്പോ, ദൈവജനം വായിക്കുമ്പോ, ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് പറയും നോ, അത് വേണ്ട. ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ പിന്നെ പിന്നെ കൂടെ കൂടെ വന്ന് പറയത്തില്ല. ഫസ്റ്റ് വാണിംഗ് കേട്ടോണം, മനസ്സിലാക്കിക്കോണം, രക്ഷപ്പെട്ടോണം. ഇതാ ദൈവത്തിന്റെ കൽപ്പന. 4 കാര്യങ്ങൾ ഇട്ടിരിക്കുകയാണ്: കെണി, കയർ, വല, കുടുക്ക്. അവൻ നിന്നെ വേട്ടക്കാരുടെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും, വേട്ടക്കാരന്റെ കെണി, പശുക്കളെ പിടിക്കാൻ വേണ്ടി കെണി ഒരുക്കി വീഴും. അമ്മേ, നമ്മൾ വിചാരിക്കും കെണി ഒരുക്കിയിട്ട് നമ്മളെ ചാക്കിനകത്ത് കൊണ്ട് വീട്ടിൽ കൊണ്ട് വളർത്തി നല്ല തീരും പിന്നെയും ഒക്കെ തരുമെന്ന്. ശരിയാ, പക്ഷെ ബന്ധനത്തിന് നടത്താൻ നോക്കാം. തീനും തന്നെയൊക്കെ തരും, വെള്ളം തരും, പഴം തരും. തത്തമ്മയാണ് പിടിച്ചിട്ട് പഴമൊക്കെ തരും അല്ലേ? തത്തമ്മ പൂജാന്നൊക്കെ വെപ്പിക്കും. എന്നെ കൊണ്ട് പൂജാന്ന് വെപ്പിക്കുന്നതറിയില്ല, ഈ കെണിക്കാതാണ് അറിയുന്നില്ല. മുതൽ പൂജ തത്തമ്മ പൂജ കെണിയിൽ തിരിച്ചറിയുക. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറയുന്നു, കെണിയും കുരുക്കും കുടുക്കും വലയും പൊട്ടിക്കാൻ ദൈവത്തെ ഏറ്റെടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിന്നിലുള്ള വാഗ്ദത്തം കണ്ട്, നിന്നിൽ സംഭവിക്കാൻ പോകുന്ന വിടുതൽ കണ്ട്, നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട്, നീ നടക്കുന്ന വഴിയിൽ നിനക്ക് വേണ്ടി പതിയില്ലെന്ന് നിന്റെ കുടുംബത്തെയും കുലുക്കി കളയാൻ പിശാച് കുലുക്കി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അതിനെ പൊട്ടിച്ചു കളയാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. പലപ്പോഴും നമുക്കിത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. പഴയതിലൊരു വ്യക്തിയായിരുന്നു ശിംശോൻ. ഭയങ്കര വിഷയമാണ്. അവനെ പെണ്ണുമായിട്ട് പ്രേമിച്ചു, സ്നേഹിച്ചു, തരില്ല. അവിടെ നിന്ന് രാത്രിയിൽ മടിയിൽ കടത്തി ഉറക്കി പാട്ട് പാടിക്കും. ഇവിടെ പാട്ടൊക്കെ പാടി കരോടി ചൊറിഞ്ഞ് മാന്തിയിരിക്കും. രാത്രി അവനോട് ചോദിക്കും അഭിഷേകത്തിന്റെ കാര്യമൊക്കെ. അവനൊന്നും പറയത്തൊന്നുമില്ല. എങ്കിലും ഇവൻ കടന്നുറങ്ങുമ്പോൾ അവൻ തന്റെ കൈകളെ, ഇവന്റെ കൈകളെ ചണനാര് കൊണ്ട്, ചങ്ങല കൊണ്ട് ബന്ധിക്കും. അവിടെ ബന്ധിച്ചിട്ട് ബലിസിനോട് പറയണേ കെട്ടിയിട്ടുണ്ട്. പക്ഷെ നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന ശിംശോൻ ഒന്ന് കുടയുമ്പോൾ ചണനാരുകൾ എല്ലാം പൊട്ടിപ്പോകും. പല ദിവസം കെട്ടി, എന്നും കുടഞ്ഞു, പൊട്ടിപ്പോയി. ഇതിനകത്തിരിക്കുന്നോട് അറിയാം, പലപ്പോഴും കെട്ടിയത് കൊടയാഞ്ഞത് കൊണ്ട് ഇപ്പൊ ഒരു ഭയങ്കര കെട്ടായി കിടക്കുന്നു. പല കുടുംബങ്ങളുടെ മുമ്പിലും നിങ്ങളിൽ തുടങ്ങിയ ദൈവപ്രവൃത്തി പൂർത്തീകരിക്കാതിരിപ്പാൻ കെണിയും കുടുക്കും വലയും കയറുകളും കെട്ടിയിട്ടപ്പോൾ അത് തിരിച്ചറിയാതെ കുടഞ്ഞ് പൊട്ടിക്കാനത് കൊണ്ട് ഇപ്പൊ ഊരാ കുടുക്കായത്. ചില കുടുംബങ്ങളൊക്കെ നോക്കിയ ഊരാ കുടുക്കി കിടക്കുക. ഹലോ, ഇവിടെ ഇരിക്കുന്നവരാ പറയുന്നത് ഊരാ കുടുക്കിനകത്ത് കിടക്കുക. ഈ ആഴ്ചകൾ ദൈവാത്മാവ് പറയുന്നു, ചില കുരുക്കുകൾക്കകത്തോട് സ്വയം പൊട്ടി പുറത്തു പോകണം. കുരുക്ക് നീ ഉണ്ടാക്കരുത്. വിശാലാവശ്യത്തിന് കുരുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നീ കൂടെ ഒരു കുരുക്ക് മറ്റു പറഞ്ഞു. വിശാലി നമുക്കെതിരെ കുരുക്കുണ്ടാക്കുന്നുണ്ട്, അപവാദം പറയുന്നുണ്ട്, നമ്മുടെ വഴി എടുക്കുന്നുണ്ട്. നമ്മളും കൂടെ ഇരുന്ന് അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മളും കൂടെ കൂടെ ഇരുന്ന് കെട്ടാൻ കുരുക്ക്. എന്നാലും നീ കയറി വെച്ച് കെട്ടിക്കോ, നല്ലതാണ്. ഇതാകുമ്പോൾ എനിക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. കുരുക്ക്
പ്രാപിച്ച ദൈവകൃപയുടെ രഹസ്യം പറയരുത്. നീ പ്രാപിച്ച വിടുതലിന്റെ രഹസ്യം ശത്രുവിനോട് പറയരുത്. നമ്മൾ അതും കൂടെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ഈ വിടുതലുണ്ടായത്? അത് നമ്മുടെ സമയം ഒരു 2 ഉപവാസവും 2 അന്യഭാഷ പറഞ്ഞു എനിക്ക് ഇതിന്ന് ശത്രുവിനോട് പറഞ്ഞു കൊടുത്തിരിക്കുക. ഇവനെ മുടക്കിയാൽ മതിയല്ലോ. ഓ, അപ്പൊ ഇവനാണ് ഈ കുരുക്ക് മുഴുവൻ അഴിക്കുന്നത് പുള്ളി. അടുത്തത് ഓഹോ അവനാണോ? പിന്നെ ഇവനെ ഒന്നും കുരുക്കിയല്ല, എന്നെ കുരുക്കിയല്ല. പിന്നെന്ത് ചെയ്യും? നമ്മളെ തമ്മിൽ അകറ്റും. അതുകൊണ്ട് പലരും തലയെന്ന് പോകരുത്. ഇവിടുത്തെ അടുത്ത് വന്നപ്പോ ഓരോ കുരുക്കും അഴിയുന്നുണ്ടെന്ന് ഇൻസിയൊക്കെ നോക്കി. ഓരോ കുരുക്കുകൾ അഴിഞ്ഞു വന്നപ്പോ മുതുകുരുക്കിനകത്തോട്ട് ചിലരെ നോക്കണം. ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണം. ഓരോ കുരുക്കും അഴിച്ചു വന്നു. കുരുക്കിന്റെ രഹസ്യം പറഞ്ഞു. ഓരോരുത്തോടും വന്ന് കെട്ടി 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 മുതുകത്തായിട്ട് അങ്ങോട്ട് വരക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വരക്കാൻ പറ്റാതെ ചിന്തിച്ചാ മതി എന്ന് പിടികിട്ടും. പല ഘട്ടം ഇവിടെ അയച്ചതാ. ഇതിനകത്തിരിക്കുന്ന സകലത്തിന്റെയും ഘട്ടം അഴിഞ്ഞത് തന്നെയാണ്. അഴിയാത്ത ഒറ്റ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ബന്ധനം അഴിയാത്ത ഒരാൾ കൂടി ഇരുന്നിരിക്കില്ല. സ്തോത്രം. ഏതെങ്കിലും ഒരു വശിപ്പിനകത്ത് നിന്റെ കെട്ടഴിയാത്ത ഒരാൾ പോലും ഇവിടെ ഇരിപ്പില്ല. സ്വയം കെട്ടാൻ നീ കുലുക്കിട്ട് കൊടുക്കരുത്. എനിക്കറിയില്ല, അഴിഞ്ഞ കെട്ടുകൾ തിരിഞ്ഞു വന്ന് കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലരെ ദൈവം ഇതിനകത്ത് കാണിക്കുന്നു. വാണി നീ രക്ഷപ്പെട്ടോണം. ഒന്നുകൂടെ പറയാം. നമ്മുടെ സഭയിൽ നിന്ന് പോയതെല്ലാം പിന്നാലത്തിൽ പോയത് എത്രയോ. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് വിശ്വാസിക്കുന്നത്. ബാക്കിയെല്ലാം വിമാനത്തിൽ. എന്താ കാരണം? സ്വയം കുരുക്കിനകത്ത് ഉരുകിപ്പോയി. ജീവിക്കാനായിരുന്നു. അതേ അങ്ങനെയല്ല. വീടിനകത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോ എന്റെ കൂടെ ഈ വരും. ഭാഷപ്പെടുന്നില്ല വിളിച്ച്. നീ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതങ്ങനെ ഭാഷ മനസ്സിലാക്കുന്നവർ ചോദിച്ച പലരും കംപ്ലീറ്റ്. അത് ചില വീട്ടിൽ കയറിച്ചിട്ട് പുതിയ ഭാഷയൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ഓർത്തിരിക്കുകയാണെന്ന് പറഞ്ഞവരെ സ്വയം കുരുക്കിനകത്ത് കുരുങ്ങിരുന്നത്. ഞാൻ വലിയ ആളെന്നല്ല പറഞ്ഞു വരുന്നത് കേട്ടോ. യേശുക്കാരനോ തരുന്നത് വചനത്തിൽ കൂടെ സത്യമായി പറഞ്ഞു തരികയാണ്. ശ്രദ്ധിച്ചു കാണണം. അടുത്തത് മറച്ചു വെച്ചിരിക്കുന്നു. വഴിയിൽ അവർക്ക് വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, നീ എന്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. യഹോവേ, എന്റെ യാതനകളെ കേൾക്കണമേ. ബന്ധനങ്ങളും കുരുക്കുകളും കെട്ടുകളും വലകളും ഈ അഭിഷേകത്തിന്റെ മേലെ വന്നപ്പോൾ അവൻ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവമേ നീ എന്റെ ദൈവം. ഈ പകലിൽ ഞാൻ ഇതിനകത്തിരിക്കുന്നു പറയാം. നിന്റെ കുരുക്കുകൾ അഴിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ യേശുവിനെ കഴിയത്തുള്ളൂ. മായാവികളും വഞ്ചകന്മാരും ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. മായാവികളുണ്ട്, വഞ്ചകന്മാരുണ്ട്, കുരുക്കൊപ്പിക്കുന്നവരുണ്ട്. അവരുടെ കുരുക്കുകളിൽ വീഴാതിരിക്കുക. 7-ാമത്തെ വാക്യം, എന്റെ രക്ഷയുടെ ബലമായ കർത്താവിന് യഹോവേ യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയും ശിരസ്സും എടുത്ത് വിട്ട് യഹോവ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുത്. നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് അവന്റെ ദുരുപായം സാധിപ്പിക്കുകയും അരുത്. ഒരു വലിയ മാപ്പമായി പറയുന്നത്. ദുഷ്ടന്റെ ആഗ്രഹങ്ങൾക്ക് നൽകരുത്. എന്തായിരുന്നു ദുഷ്ടന്റെ ആഗ്രഹം? നിന്റെ കാലടികൾ ഇളകി നിന്നെ പഴയ സ്ഥലത്ത് എത്തിച്ച് നീ ബന്ധിച്ച് നീ എന്നും തകർന്ന് നീ എന്നും കരഞ്ഞ് നീ എന്നും ദുഃഖിച്ച് ഇതിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. ഞാൻ അതാ അങ്ങനെ പറഞ്ഞത്. എന്നാലേ ഉള്ളൂ അവനോട് നീ കൂടുതലായിട്ട് സംസാരിക്കുന്നു. നീ എപ്പോഴും കരഞ്ഞിരുന്നാലും ദുഃഖിച്ചിരുന്നാലും നീ എപ്പോഴും അവളോട് തിരഞ്ഞ് അവനോട് സംസാരിക്കും. ചിലപ്പോൾ എങ്ങനെയാ പ്രശ്നമായി അവർക്കത് കേൾക്കാൻ ഇഷ്ടം. ആകെ പ്രശ്നം കേൾക്കാൻ വേണ്ടി എപ്പോഴും ഗുരുക്കൊപ്പിച്ചത്.
ഇപ്പൊ നീ അവനെ വിളിക്കുന്നില്ല, അവനെ വിളിക്കുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല. അപ്പൊ അവനറിയുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാത്തത്. അവന് പിടികിട്ടി. അപ്പൊ അവൻ വീണ്ടും കെണിയും കുരുക്കും വലയും കിട്ടും. എന്താണെന്നറിയാമോ? ഇപ്പം നിൽക്കുന്ന അനുഭവത്തിൽ നിന്നെ വലിച്ചിട്ടാൽ അവന്റെ അടുത്ത് നീ വരും. ഈ വാക്യത്തിൽ അടുത്തതുണ്ട്. ഏതാണെന്നറിയാമോ? അവൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് അവന്റെ ദുരുപയോഗം സാധിക്കുകയും വരുന്നത്. അപ്പോ ഇവനിപ്പം ദുഃഖിച്ചിരിക്കുക. അറിയാ, നീ കട്ടടിഞ്ഞു, നീ വിടുതൽ പ്രാപിച്ചു, നീ ക്രിസ്തുവിനായി, നീ അനുഗ്രഹം പ്രാപിച്ചു. സാധാരണ ഇങ്ങനെ സങ്കടം കൊണ്ട് ഇരിക്കുക. അവൻ ഇങ്ങനെ കുരുക്ക് ഒരുക്കി കെണി ഒരുക്കി ഇരിക്കുക. എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും നിന്നെ അവിടെ വലിച്ചു താഴെ ഇടണം. താഴെ ഇട്ട് കഴിയുമ്പോ ഇവരൊരു വരവ് വരും. ഞാൻ അന്നേരം പറഞ്ഞേ പറഞ്ഞല്ലേ നീ ഇവിടെ പ്രാർത്ഥിക്കുന്നു. അന്നേരം നിന്നോട് പറഞ്ഞേ കൈ ഇരിക്കാൻ. നെഗളിച്ചൊരു വരവുണ്ട് പിശാചി. അവൻ നെഗളിച്ചൊരു വരും. അന്നേരം ഞാൻ പറഞ്ഞത് അർജുൻ നോക്ക്. ഞാൻ അന്നേരം പറയാം, എനിക്ക് അവനെ കണ്ടപ്പോഴേ അറിയാം, എനിക്ക് അവനെ കണ്ടപ്പോഴേ അറിയാം അവൻ ശരിയല്ലെന്ന്. ഇങ്ങനെ വരാനെടുത്ത് ഇരിപ്പുണ്ട്. അവനെ വരാം പിശാച്. അവൻ നെഗളിച്ചു വരാതിരിക്കേണ്ടത് ദാവീദ് പറയുക, യഹോവേ ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ നൽകരുത്. അവൻ ഞാൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവൻ നിഗളിക്കുക, അവന് സമയം കൊടുക്കരുത്. ഈ ദേശത്തെ ദുഷ്ട അന്ധകാര ശക്തികൾ ഒരുമിച്ച് കാത്തിരിപ്പുണ്ട്. നീയും നിന്റെ കുടുംബവും വീണ നെഗളിക്കാൻ. ഇത് പലരും ഇവിടെ അയൽവാസികളും ഞങ്ങളുടെ ബന്ധുക്കൾ പലരും ചിലരും നെഗളിച്ചിരിപ്പുണ്ട്. എന്തുവാ? അന്നേരം അറിയാൻ ഇവരുടെ ബൈബിൾ എടുത്തിട്ട് പോയാലും ചുരുവാതെയായിരുന്നു. അന്നേരം പറഞ്ഞാണ് ആനക്കൂടെ വേണമെന്ന് പറഞ്ഞതന്നെ. ഇന്ന് നിങ്ങൾക്ക് വന്ന കഷ്ടതയും ശോധനയും കണ്ടിട്ട് ദുഷ്ടൻ സന്തോഷിക്കും, നെഗളിക്കും. ദാവീദ് പറയുക, അങ്ങനെ നെഗളിക്കാൻ പോലും ദുഷ്ടനൊരു ചാൻസ് കൊടുക്കരുത്. രാമൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ഇന്ന് ആരോടൊക്കെ പറയും, പ്രാർത്ഥിച്ചോണം. നിന്റെ വീഴ്ച കണ്ട്, നിന്റെ താഴ്ച കണ്ട്, നിന്റെ പരാജയം കണ്ട് നെഗളിക്കാൻ ഒരു ശത്രു എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അവൻ നിന്റെ അടുക്ക വന്ന് നെഗളിക്കാതിരിക്കേണ്ടതിന് ഇന്ന് ദൈവത്തോട് പറക്കാതെ ദുഷ്ടന ദൈവമേ, എന്റെ ദൈവമേ, ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ നൽകരുത്. അവൻ നിഗളിക്കാൻ ഇടവരുത്തരുത്. ദൈവത്തിനൊഴികെ അല്ല, ദൈവത്തിനും ദൈവസഭയിലുള്ള ശ്രദ്ധിച്ച് കേൾക്കണം. അതും എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാം, ഇവിടെ അങ്ങനെയുള്ളവരാരും ഉണ്ടോന്ന് തോന്നുന്നു. മറ്റുള്ളവർ ഉയർച്ച വരുമ്പോൾ കണ്ണു കടിക്കുന്ന ആരും ഇവിടെ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, മറ്റുള്ളവർ ഉയരണമെന്നും നാം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ എവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പറയാം, ദൈവത്തിനും നിന്റെ കൂടെ ആരാധിക്കുന്നവരും മാത്രമേ നീ ഉയരുന്നത് സന്തോഷമുള്ളൂ. നിന്റെ ബന്ധുക്കൾക്കില്ല കേട്ടോ, നിന്റെ അയൽവക്കക്കാരനില്ല കേട്ടോ, നിന്റെ സുഹൃത്തിനില്ല കേട്ടോ, നിന്റെ വഴിയിൽ താമസിക്കുന്നവരില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയും, ഇവൾ അനുഗ്രഹം. ആരോടൊക്കെ ഒരു വാണിജ്യ ദൈവം വരുമോ അവർ ദുഷ്ടന്റെ പദ്ധതി ജയിക്കാതെ അവൻ നെഗളിക്കുവാൻ എന്റെ ദൈവമേ ഇടവരുത്തരുത്. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നതിൽ സന്തോഷിക്കുന്നത് ദൈവവും നിന്റെ കൂടെ ആരാധിക്കുന്ന ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകാരം അവിടുത്തെ ചർച്ചകൾക്കിടാനോ അവിടുത്തെ സ്വകീകരണോ നമ്മളോട് ആരാധിക്കും. അവർക്ക് എന്താ തോന്നുന്നത്? അവരെവിടെ നിന്നാലും നമുക്കെന്നാ തോന്നുന്നത്? അവരെങ്ങനെ പ്രാപിക്കണം? ശ്രദ്ധിച്ചോളാം. അടുത്ത സർക്കാരിന് ഇഷ്ടമല്ല, അടുത്ത വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല, നിന്റെ ബന്ധുക്കൾക്ക് നിന്റെ സഹോദരൻ പോലും ഓണം പോലും ഇട്ടാൽ അനുഭവത്തിനാണ് ഓണം.
അമ്മയുടെ ഉദരത്തിൽ ജനിച്ച സഹോദരന് പോലും വ്യക്തിപരമായി നമ്മുടെ ഉയർച്ചയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഉയർച്ചയ്ക്ക് സന്തോഷിക്കുന്ന ഒരുവനെ ഉള്ളൂ, പിന്നെ നിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ സഭയിൽ. അതല്ലേ ഒരു സൈഡിൽ ഫെലിസ്തീയ സൈന്യം നിൽക്കുക, ഗോലിയാത്തിനെ നിർത്തിക്കൊണ്ട്, മറു സൈഡിൽ ശൗലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നിൽക്കുമ്പോ ദാവീദ് ഒറ്റയ്ക്ക് വരുന്നു. ഞാൻ അവനെ അടിച്ചിട്ട് തരാം. ശൗലും നീയോ എന്റെ സഹോദരന്മാരെല്ലാം നിൽക്കൊണ്ട് ബാക്കിയില്ല എല്ലാം പോടാ, നീ പോയി ആടിനെ തീറ്റിക്കണം, നീ ആര് വേണം. ഇസ്രായേൽ മുഴുവൻ കാത്തിരിക്കുന്നത് ദാവീദ് ജയിക്കുന്നത് കാണാനല്ല, ശൗല് ജയിക്കുന്നത് കാണാനല്ല. ഇസ്രായേലിന്റെ ആഗ്രഹം അവരുടെ രാജാവായ ശൗല് ജയിക്കുന്ന കാണാനാണ്. ഫെലിസ്ത്യരുടെ ആഗ്രഹം അവരുടെ രാജാവ് ഗോലിയാത്ത് ജയിക്കുന്നതാണ്. അപ്പൊ ദാവീദിന്റെ ജയം കാണാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ രണ്ടു കൂട്ടർ നിൽക്കുന്ന എന്തിനാ? ഇസ്രായേലിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനം മുഴുവൻ നിൽക്കുന്നത് ശൗലിന്റെ ജയവും ദാവീദിന്റെ പരാജയം കാണാനാ. കൂടെ സഹോദരന്മാരും ഉണ്ടെന്ന്, സ്വന്തം സഹോദരന്മാരും. അതെന്നോടുള്ളതാണെന്ന് എനിക്ക് സംശയം. എന്റെയും നിന്റെയും പരാജയം കാണാൻ സ്വജാതിയും സ്വജനവും സ്വന്തം സഹോദരനുണ്ട്, ശത്രുക്കളും മാത്രമേ ഉണ്ട്. പക്ഷേ സർവശക്തൻ നിൽക്കുന്നത് ദാവീദിന്റെ വിജയമാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജയം കാണാൻ, നമ്മുടെ അനുഗ്രഹം കാണാൻ, നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത് കാണാൻ ദൈവത്തിന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ. അതുകൊണ്ടല്ലേ പറയുന്നത്, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമൻ ഉടാടിയാണ്. സ്വപ്നം കണ്ട് ദർശനം കണ്ട് യോസേഫ് അവൻ രാജാവാകുമെന്ന് സ്വയം അവൻ പറഞ്ഞത് പറഞ്ഞ് സഹോദരന്മാർ അവനെ കൊല്ലേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോ ദൂരത്ത് നിന്ന് അവനെതിരെ ദുരാലോചന ചെയ്തു. ആരാ? സ്വന്തം സഹോദരൻ. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങൾ അവൻ ദർശനമുള്ള അല്ല വിടുതൽ പ്രാപിച്ചെന്ന് ബോധ്യം വന്ന യോസേഫിനെ കൊല്ലാൻ ദുരാലോചന ചെയ്തെങ്കിൽ ഞാൻ ഇതിനകത്തിരിക്കുന്നത് പറയാം, നിന്റെ കൂടെ ഇന്നിരിക്കുന്ന ദൈവഭക്തനല്ലാത്ത, നിന്റെ കൂടെ ആരാധിക്കാത്ത ഏവനും നിന്റെ പരാജയം കാണാനായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പറ, ദൈവമേ ദുഷ്ടന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കരുത്, ദൈവമേ അവർ നിഗളിക്കുവാൻ ഇടവരുത്തരുത്. അപ്പൊ ഇന്ന് കണ്ടുപിടിച്ച് നിൽക്കുന്നവരും ഇന്ന് മാറി നിൽക്കുന്നവരും ഇന്ന് നമ്മൾ നിൽക്കുന്ന വിടുതലിനകത്തൊന്ന് വീണ ചിരിച്ചോണ്ട് ഉറപ്പല്ലേ? കഴിഞ്ഞ ദിവസം നമുക്ക് അബദ്ധം പറ്റിയപ്പോ അതിന് വന്നില്ലേ? അവിടെ പറ്റിയപ്പോ അബ്ദുസന്ധി വന്നപ്പോ അവര് നഗരിക്കാൻ നോക്കി നിൽപ്പുണ്ട്. ദാവീദ് പറയുക, ദുഷ്ടന്റെ ദുർഗതായി അവന്റെ ആഗ്രഹം സാധിപ്പിക്കലും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ദുഷ്ടൻ എനിക്ക് വേണ്ടി വലയൊരുക്കിക്കൊണ്ട് കുരുക്കുരുക്കിക്കൊണ്ട് അവന്റെ ആഗ്രഹം സാധിപ്പിക്കരുത്. അവൻ നെഗളിച്ച് എന്റെ അടുക്കൽ വരാതിരിക്കേണ്ടതിന് അതിന് നീ അവനെ അനുവദിക്കരുത്. അടുത്തത്, എന്നെ വളർന്നിരിക്കുന്നവരുടെ തലയോ അവരുടെ അതിരങ്ങളുടെ ദ്രോഹം അവനെ മൂടിക്കളയട്ടെ. തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ. അവർ അവനെ തീരും എഴുന്നേൽക്കാതെ കൊടിയിൽ വിട്ട് കളയട്ടെ. വാവിഷ്ണക്കാരൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശനം വരുത്തും. യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു. അടുത്തതേ, നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. ആരാ ദൈവസന്നിധി വസിക്കുന്നത്? നേരുള്ളവർ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ വലയുണ്ട്, ഉരുക്കുണ്ട്, കുഴിയുണ്ട്. തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് വരിക, നേരോടെ നിലനിൽക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. നമ്മൾ വചനങ്ങളും ഒക്കെ പറയും.
അത് കഴിഞ്ഞ് പ്രാർത്ഥന